ചൂരമീൻ 1/2 കിലോ കഷ്ണങ്ങളാക്കിയത്, വെളുത്തുള്ളി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉലുവ, സുർക്ക, ഉപ്പ്, കായപ്പൊടി. ആദ്യം നമുക്ക് കാശ്മീരി മുളക് പൊടി. പിന്നെ നമ്മളൊരു 1/2 മണിക്കൂർ മുന്നേ സുർക്കയിൽ കുതിർത്താൻ വയ്ക്കുന്നു. ഓക്കെ, അടുത്തത് മീൻ പൊരിക്കാനുള്ളതാണ്. അതാണ് നമ്മൾ നുറുക്കി കഷ്ണങ്ങളാക്കി വെച്ച ചൂരമീൻ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത് 2-1/2 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ വയ്ക്കായിരിക്കും നല്ലത്, എന്നാലും വെക്കാനുള്ള പരിപാടിയിലോട്ട് നോക്കാം. എണ്ണ ഒഴിക്കാം. ഇനി ഈ മീൻ പൊരിച്ച എണ്ണയിലോട്ട് നമ്മൾ വെളുത്തുള്ളി ഇടുക. അതേ എണ്ണയിലോട്ടാണ്. ഈ പരിവായിൽ നമുക്കത് കോരിയെടുക്കാം. ഇനി നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് നേരത്തെ 1/2 മണിക്കൂർ നമ്മൾ ഒരു മസാല മാറ്റി വെച്ചിരുന്നില്ലേ, മുളക് പൊടിയും സുക്കിയും വെച്ചിട്ട്, അത് ഇതിലോട്ട് ഇടാം. പിന്നെ പറയും തീ കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ മുളക് പൊടി കഴിയും. ഇനി നമ്മൾ ഉപ്പിടണം. ഇതിനാവശ്യമായിട്ടുള്ളത് ഉപ്പിടുക. പ്രത്യേകം പറയുന്നു, തീ കുറച്ചിട്ട് തന്നെയാണ്. തീ കിട്ടിയിട്ടൊന്നുമില്ല, മുളക് കാറുള്ളൂ, കരിഞ്ഞു പോകാൻ ചാൻസ്. ഇനി ഇതിൽ നേരത്തെ പൊരിച്ച് വെച്ച മീനും വെളുത്തുള്ളിയും കൂടി ഇടാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് റെഡിയാക്കുക. പല ഭാഗങ്ങളും പല ടൈപ്പിലാണ് അച്ചാർ. ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഇതാണ്. അങ്ങനെയൊക്കെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുക. നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നല്ല രസകരമാണ്. പല ഭാഗങ്ങളും പല ടൈപ്പിലാണ്. ഇതിൽ കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് മതി കേട്ടോ, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതേപോലെ കുറച്ച് കായപ്പൊടി. ഇനി ഒരു ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് വേണ്ടവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാതെ. ഇത് എൻ്റെ ഒരു ചെറിയൊരു പൊടിക്കായി ഒന്ന് ബാലൻസ് ചെയ്യുക. ഒരു നുള്ള് ഷുഗർ, പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്ത് നുള്ളു മതിയേ. ഈ അച്ചാറ് ഒരു ദിവസം വരെ നമ്മൾ കണക്കാതെ ഈ ചട്ടിയിൽ തന്നെ വെക്കണേ. അതേപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു. അതിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വോയിസ് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രാവശ്യം ഞാൻ വോയിസ് ഇട്ടിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾ കമൻറ്റുകളൊക്കെ ഇടുക. ഓരോ പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം. ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ അച്ചാർ തുറന്ന് നോക്കുകയാണേ. എണ്ണയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. നമ്മളിത് വരാതിരിക്കാനാണ് എണ്ണ ഒഴിക്കുന്നത്. മെയിനായിട്ട് ഈ അച്ചാറിൻ്റെ മുകളിൽ എണ്ണ നിൽക്കുന്നത് കേട് വരാതിരിക്കാനാണ്. എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം. തോനെ സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിനൊക്കെ.
അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടണേ.